ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ ഇടട്ടെ. ഞാനിന്ന് എത്തിയിട്ടുള്ളത് നാടുകാണി ചുരമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, പ്രകൃതി രമണീയമായ അല്ലെ, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ പറയണത് ഇതൊക്കെ തന്നെയാവും അല്ലെ. എന്റെ പല വീഡിയോസിലും പറയണ പോലെ തന്നെ അങ്ങനെ കോടമഞ്ഞൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ എന്തെന്നാ പറയാ, ഇങ്ങനെ ഇയാളൊക്കെ പറയുന്നത് പോലെ ഞാൻ കൂടുതൽ തമാശ ആ റോളിലേക്ക് പോകണില്ല. പറഞ്ഞു നിർത്തിയത് ഇത്രേ ഉള്ളൂ. നമ്മൾ പറയാറുള്ള, വീണ്ടും ഞാൻ അത് ആവർത്തിക്കുകയാണ്, ഡീപ് ബ്രീത്തിങ്. അതായത് നമ്മൾ പറഞ്ഞ പ്രകൃതിയെ സ്നേഹിക്കണം അല്ലെ, വീണ്ടും അത് തന്നെയാണ് പറയണത്. പല വയനാട് അതുപോലെ തന്നെ പല വിഷയങ്ങളും കൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ അതിനെ വിസ്മരിച്ചു പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇന്നുണ്ടാകുന്ന വലിയ വിഷയങ്ങളൊക്കെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ അവരെങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു തിരിച്ചടി എന്ന് പറയാം. ഇപ്പൊ പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയാം. ദൈവത്തിന് വരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല വിലാപങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും മനോഹരമായ ഈ ലോകത്ത് നമുക്ക് ഇനിയൊരു ജന്മം കിട്ടുമോ എന്നൊക്കെ പറയുന്ന പോലെ അതിനെ നമ്മൾ മറ്റുള്ളവരിൽ കൈമാറണം, അടുത്ത ഒരു ജനറേഷന് കൈമാറണം. ഞാനിത് എൻ്റെ വീഡിയോസിൽ ഒരുപാട് തവണ ആവർത്തിക്കുന്ന ഒരു കാര്യമാണത്. ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് വാചാലനാവാറുണ്ട് പലപ്പോഴും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി അതില്ലെങ്കിൽ മനുഷ്യനില്ല, മനുഷ്യനില്ലെങ്കിൽ പ്രകൃതി ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിക്ക് ഉണ്ടാവണം. മനുഷ്യൻ അത് ഇല്ലാതാക്കുകയാണ് ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. പ്രകൃതിയെ മനുഷ്യൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ ഞാൻ പറയുന്നില്ല, എന്റെ കൂടെ നിങ്ങൾ വരണം. ഓക്കെ, ബൈ.